ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മളിന്ന് ഗുരുകുലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഈ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ഇംഗ്ലീഷ്, സയൻസ്, മാത്സ് തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മളെടുക്കുന്നത്. കേരള സിലബസ്, അതുപോലെ തന്നെ CBSE സിലബസ്, ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് കേരള സിലബസിൻ്റെ 10th, അതായത് 10th ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ലെസനാണ് എടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പാഠത്തിൽ, ഇംഗ്ലീഷ് പുസ്തകത്തിലുള്ള വളരെ രസകരമായ ഒരു ലെസനാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദ സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന ഒരു ഷോർട്ട് സ്റ്റോറി, അതാണ് നമ്മളിന്ന് എടുക്കുന്നത്. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് ആ കഥ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതായാലും പണ്ടൊക്കെ നേരത്തെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിനൊക്കെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി വളരെ കുറവായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, കുട്ടികളുടെ താല്പര്യം നോക്കി വളരെ രസകരമായിട്ടുള്ള കഥകളൊക്കെയാണ് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഏതായാലും കൂടുതൽ കാര്യങ്ങൾ പറയാതെ നേരെ നമുക്ക് ആ ഇംഗ്ലീഷ് ലെസണിലേക്ക് പോകാം. ദ സ്നേക്ക് ആൻഡ് ദി മിറർ. ബഷീർ, ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ്, ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. He highlights the blend of all creatures and nature in its stories. The stories evoke humor and sarcasm on the foolishness of men. അദ്ദേഹത്തിൻ്റെ ഈ കഥകളിലൊക്കെ എന്താണ് വളരെയധികം ഹ്യൂമർ സെൻസ് ഉപയോഗിക്കുന്ന ഒരു കഥാകൃത്താണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളിയുടെ അഭിമാനവും അഹങ്കാരവും ഒക്കെ എന്ന് പറയാവുന്ന കഥാകൃത്ത്. അദ്ദേഹം വളരെ ഹ്യൂമർ സെൻസിലാണ് ഈ കഥ പറഞ്ഞു വരുന്നത്. ആൻഡ് ദി foolishness of men. Then here is such a story. Read and enjoy. The snake and the mirror. പാമ്പും കണ്ണാടിയും. പാമ്പും കണ്ണാടിയും. നോക്കാം. Has a snake ever coiled itself round any part of your body? Has a snake ever coiled itself round any part of your body? എപ്പോഴെങ്കിലും ഒരു പാമ്പ് നിങ്ങളുടെ ശരീരത്തെ എപ്പോഴെങ്കിലും ചുറ്റിയിട്ടുണ്ടോ? അതും എ ഫുൾ ബ്ലഡഡ് കോബ്ര. ശരിക്കും നല്ല ഉപദ്രവകാരിയായിട്ടുള്ള, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോബ്ര, മൂർഖൻ പാമ്പ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ചുറ്റിയിട്ടുണ്ടോ? ഓൾ ഓഫ് us fell silent. അപ്പോൾ ടോപ്പിക്ക് ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും നിശബ്ദമായി. കേൾവിക്കാരായിട്ടുള്ള ഓഡിയൻസ് എല്ലാം വളരെ ജിജ്ഞാസയോടുകൂടി ഇത് കേൾക്കാണ്ടിരിക്കുകയാണ്. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദി ഹോമിയോപ്പത്ത്. ഒരു ഹോമിയോപ്പതി ഡോക്ടറിൻ്റെ വകയാണ് ഈ ചോദ്യം. ദ ടോപ്പിക് കെയിം അപ്പ് when we were discussing snakes. അപ്പോൾ ഞങ്ങൾ പാമ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു വിഷയം കടന്നു വരുന്നത്. We listened attentively as the doctor continued with the tale. We listened attentively. അപ്പോൾ ഈ ടോപ്പിക്ക് വന്നതോടുകൂടി ഞങ്ങൾ മറ്റെല്ലാ സംസാരവും നിർത്തി വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ്. Then the doctor continued with the tale. ഡോക്ടർ ആ കഥ പറഞ്ഞു തുടങ്ങി. ആ കഥ എന്താണെന്ന് കേൾക്കണ്ടേ? നമുക്ക് നോക്കാം. ആർ യു ഇൻട്രസ്റ്റിംഗ്? It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. It was a hot summer night about 10 o'clock. അന്ന് ആ ഭയങ്കര ഉഷ്ണമുള്ള, ഭയങ്കര ചൂടുള്ള കാലാവസ്ഥ. സമയം ഏതാണ്ട് രാത്രി 10 മണി. I had my meal at the restaurant and returned to my room. ഞാൻ ഏതായാലും ഹോട്ടലിൽ പോയി രാത്രിയിൽ എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും തിരികെ എൻ്റെ റൂമിലെത്തി. I heard a noise from above as I opened the door. ഞാൻ എൻ്റെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ തന്നെ
എന്തൊക്കെയോ ശബ്ദങ്ങൾ മുറിയിൽ കേൾക്കാം. ദി സൗണ്ട് വാസ് എ നോയ്സ് ഫ്രം എബവ് ആസ് ഐ ഓപ്പൺഡ് ദി ഡോർ. ഐ ഹിയർഡ് ദി സൗണ്ട്. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ഈ ശബ്ദം കേട്ടെങ്കിലും ഞാൻ അത്ര കാര്യമാക്കില്ല. കാരണം എന്താണ്? ഇത് നിത്യവും ഞാൻ കേൾക്കാറുള്ള ശബ്ദം തന്നെയാണ്. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദി റൂം. ഇനി ഞാൻ എലികളുമായിട്ട് റൂം പങ്കുവയ്ക്കുകയാണ്, അല്ലെങ്കിൽ എലികൾ ഞാനുമായിട്ട് റൂം പങ്കുവയ്ക്കുകയാണ്, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ബോത്ത് ഓഫ് അസ്, ഞങ്ങൾ ഏതായാലും ഈ മുറി പങ്കുവയ്ക്കുകയാണ്. വി ആർ ഷെയറിങ് ദ റൂം. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദി കെറോസിൻ ലാമ്പ് ഓൺ ദി ടേബിൾ. അപ്പം അദ്ദേഹം ഈ കഥ എഴുതുന്ന കാലഘട്ടത്തിൽ ഇലക്ട്രിഫൈഡ് അല്ല, വീടുകളും മുറികളൊന്നും ഇലക്ട്രിഫൈഡ് അല്ല, കെറോസിൻ ലാമ്പ് മണ്ണെണ്ണ വിളക്കാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് അദ്ദേഹം ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ്, തീപ്പെട്ടി എടുത്തു, ആൻഡ് ലൈറ്റഡ് ദി കെറോസിൻ ലാമ്പ്, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. കെറോസിൻ ലാമ്പ് ഓൺ ദി ടേബിൾ. ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ഇതുപോലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ലിങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മുടങ്ങാതെ ക്ലാസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. അപ്പോൾ ഈ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ, കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള ലിങ്ക് ഞാൻ അയച്ചു തരും. അപ്പോൾ ആ ലിങ്കിൽ കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളുടെയും, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളുടെയും ട്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ക്ലാസ് തുടരാം. നമുക്ക് ആ ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. പുസ്തകം എടുക്കുക. ദി ഹൗസ് വാസ് നോട്ട് electrified. The house was not electrified. It was a small rented room. അപ്പോൾ ആ വീട് വൈദ്യുതീകരിച്ചതായിരുന്നില്ല. അതുപോലെ തന്നെ ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. ഒരു ചെറിയ വാടക വീടായിരുന്നു അത്. ദെൻ ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏണിങ്സ് വെയർ മീഗർ. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ്. ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആൻഡ് മൈ ഏണിങ്സ് വെയർ മീഗർ, എൻ്റെ വരുമാനം തീരെ കുറവായിരുന്നു. ഐ ഹാഡ് എബൌട്ട് 60 rupees in my suitcase along with some shirts and dhotis. I also possessed one solitary blank coat which I was then wearing. I had about 60 rupees in my suitcase. എൻ്റെ ആ സൂട്ട് കേസിൽ ആകെപ്പാടെ ഉണ്ടായിരുന്നത് വെറും 60 രൂപ മാത്രം. എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്, അതുപോലെ ഞാൻ ഉപയോഗിക്കാറുള്ള എൻ്റെ ചില ഷർട്ടും മുണ്ടുകളും. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്, അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു ബ്ലാക്ക് കോട്ട് വെൻ ഐ വാസ് ദെൻ വിയറിങ്. ഞാൻ അവിടെ മുറിയിൽ എത്തുന്ന സമയത്ത് ഞാനിത് ധരിച്ചിരിക്കുകയായിരുന്നു, ഈ ബ്ലാക്ക് കോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹാങ് ദം അപ്പ്. ഐ ടുക്ക് ഓൺ മൈ ബ്ലാക്ക് കോട്ട്. ഞാൻ എൻ്റെ ആ കറുത്ത കോട്ട് ഊരി വൈറ്റ് ഷർട്ട്, അതുപോലെ വെളുത്ത ഷർട്ടും ഞാൻ അഴിച്ചു. ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, അത്ര വെളുത്തതല്ലാത്ത എൻ്റെ ബനിയനും ഞാൻ ഊരി. ആൻഡ് ഹാങ് ദം അപ്പ്, അത് ഞാൻ അയയെ തൂക്കി. ഐ ഓപ്പൺഡ് ദി 2 windows ഇൻ ദ റൂം. ആ മുറിയുടെ 2 ജാലകങ്ങളും ഞാൻ തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിങ് ദി ഓപ്പൺ യാർഡ്. ആ മുറി പുറമേയുള്ള മുറിയായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വാതിലുകൾ വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്, മുറ്റത്തേക്ക് തുറക്കുന്ന രീതിയിലുള്ള വാതിലും. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിംഗ് cables that rested on the beam over the wall. അതുപോലെ ഓടിട്ട ഒരു കെട്ടിടം,
there was a regular traffic of rats to and from the beam. അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഈ മുറിയുടെ ബീമിൽ കൂടി ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും എലിയുടെ ട്രാഫിക്, നിരന്തരമായി എലികൾ ഓടി നടക്കുന്നു. അതുപോലെ I made my bed and pulled it close to the wall. ഞാൻ എൻ്റെ ആ ബെഡ് റെഡിയാക്കി കിടക്ക വിരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഭിത്തിയോട് ചേർത്തിട്ടു. I got up and went out to the veranda for a little air. ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് കാറ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ പുറത്തെ വരാന്തയിലേക്ക് ഇറങ്ങി. ബട്ട് ദി വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൻ ടൈം ഓഫ്. പക്ഷേ വിൻഡ് ഗോഡ്, വായു ഭഗവാൻ കടാക്ഷിച്ചില്ല, അദ്ദേഹം സ്ഥലം വിട്ടിരുന്നു. ഐ വെൻ ബാക്ക് ഇൻ ടു ദി റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദി ചെയർ. ഞാൻ വീണ്ടും എൻ്റെ മുറിയിലെത്തി കസേരയിലിരുന്നു. ഐ ഓപ്പൺ ദി ബോക്സ് ബെനീത്ത് ദി ടേബിൾ. ഞാൻ മേശയുടെ അടിയിലുള്ള എൻ്റെ പെട്ടി തുറന്നു. ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ഒരു പുസ്തകം എടുത്തു. അതിൽ നിന്നും മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകം എടുത്തു. ഐ ഓപ്പൺ ഇറ്റ് ആൻഡ് അറ്റ് ദി ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദി ലാം ആൻഡ് എ ലാർജ് മിറർ. ഐ ഓപ്പൺ ദി ബുക്ക്. ആ എടുത്ത പുസ്തകം ഞാൻ തുറന്നു. അറ്റ് ദി ടേബിൾ, മേശപ്പുറത്ത് വെച്ച് തുറന്നു. ഓൺ വിച്ച് സ്റ്റുഡ് ദി ലാം ആൻഡ് എ ലാർജ് മിറർ. ആ മേശപ്പുറത്ത് ഈ കെറോസിൻ ലാമ്പും അതുപോലെ വലിയൊരു കണ്ണാടിയും ഉണ്ടായിരുന്നു. എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദി മിറർ. ഈ കണ്ണാടിക്ക് സമീപം ഒരു ചെറിയ ചീപ്പും വെച്ചിരുന്നു. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. നമ്മുടെ സമീപത്തൊരു കണ്ണാടി ഇരിക്കുകയാണെങ്കിൽ ആർക്കാണ് നോക്കാൻ തോന്നാത്തത്? കാരണം നമ്മുടെ സമീപത്തൊരു കണ്ണാടി ഇരുന്നാൽ ആർക്കും അതിലൊന്ന് നോക്കണമെന്ന് തോന്നും. ഐ ടുക്ക് എ ലുക്ക്. അതുകൊണ്ട് തന്നെ ഞാനും ആ കണ്ണാടിയിലേക്ക് നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. അക്കാലത്ത് ഞാനൊരു വലിയ സൗന്ദര്യ ആരാധകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അതുപോലെ ഞാൻ കുറച്ചുകൂടി സുന്ദരനാകണം എന്ന് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. കുറച്ചുകൂടി സുന്ദരനാകണമെന്ന് ഞാൻ വിശ്വസിച്ചു. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. കാരണം അതിലൊക്കെ ഉപരി ഞാനൊരു ബാച്ചിലറും അതുപോലെ ഒരു ഡോക്ടറും കൂടിയാണ്. അപ്പോൾ കുറച്ചുകൂടി സുന്ദരനാകണം എന്നെനിക്ക് തോന്നി. ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എൻ്റെ സാന്നിധ്യം, എൻ്റെ സാമീപ്യം ആരെയും വിളിച്ചറിയിക്കണം. ആ തരത്തിൽ എനിക്ക് സുന്ദരനാകണം എന്ന് തോന്നി. ഐ പിക്ഡ് അപ്പ് ദി കോം ആൻഡ് റൺ ഇറ്റ് ത്രൂ മൈ ഹെയർ. അതുകൊണ്ട് തന്നെ ഞാൻ ചീപ്പെടുത്തു, തലമുടി ചെയ്യും. ആൻഡ് അഡ്ജസ്റ്റഡ് ദി പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. ശരിക്ക് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ മുടി നേരെ ശരിക്ക് വകന്നിട്ട് അത് വൃത്തിയായിട്ട് ചീകി വെച്ചു. എഗൈൻ ഐ ഹിയർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബോവ്. അപ്പോൾ വീണ്ടും അതേ ശബ്ദം തന്നെ കേൾക്കാം. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദി മിറർ. ഞാൻ എൻ്റെ ആ മുഖം കണ്ണാടിയുടെ സമീപത്തേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചു നോക്കി. ഇൻ ദി മിറർ ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ. അപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാഷ്. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഷേവ് ചെയ്യും. അതുപോലെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള കനം കുറഞ്ഞ ഒരു മീശ കൂടി ഞാൻ വയ്ക്കും. ടു ലുക്ക് മോർ ഹാൻസം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ ഹാൻസം ആകും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. കാരണം ഞാനൊരു ഡോക്ടറും ഒരു അവിവാഹിതനും കൂടിയാണ്. ഐ ലുക്ക്ഡ് ഇൻ ടു ദി മിറർ ആൻഡ് സ്മൈൽഡ്. ഞാൻ കണ്ണാടിയിൽ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. വളരെ ആകർഷണീയമായ പുഞ്ചിരിയായിരുന്നു അത്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഞാൻ വീണ്ടും അടുത്ത ഒരു ഭൂമി കുലുക്കുന്ന ഒരു പ്രധാന തീരുമാനമെടുത്തു. ഐ വുഡ് ഓൾവേസ് കീപ്പ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഇത്ര മനോഹരമായിട്ടുള്ള പുഞ്ചിരി ഞാൻ എപ്പോഴും എൻ്റെ മുഖത്ത് സൂക്ഷിക്കും. ദെൻ ടു ലുക്ക് മോർ ഹാൻസം. കാരണം നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി സൂക്ഷിച്ചാൽ നമ്മുടെ മുഖം കൂടുതൽ സുന്ദരമാകും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ. അതിലൊക്കെ ഉപരി
ഞാനൊരു ബാച്ചിലറാണ് ആൻഡ് ഡോക്ടർ ഓൾസോ, ഞാനൊരു ഡോക്ടറും കൂടിയാണ്. അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. വീണ്ടും അതേ ശബ്ദം തന്നെ കേൾക്കാം, വീണ്ടും അതേ ശബ്ദം. അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. ഐ ഗോട്ട് അപ്പ്, I lit a ബീഡി ആൻഡ് പേസ്ഡ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ എഴുന്നേറ്റു, അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു ബീഡി കൊളുത്തി, എന്നിട്ട് ഞാൻ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. അപ്പോഴാണ് വളരെ സുന്ദരമായ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. വെരി ലവ്ലി തോട്ട്സ്. ഐ വുഡ് മാരി, വിവാഹം കഴിക്കും. അതുപോലെ തന്നെ ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ. ഒരു ലേഡി ഡോക്ടറിനെ തന്നെയാവും ഞാൻ വിവാഹം കഴിക്കുന്നത്. ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി, വളരെയധികം സ്വത്തുക്കളുള്ള ധനികയായ ഒരു സ്ത്രീ ആയിരിക്കും. ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, അവൾക്ക് നന്നായിട്ട് നല്ല പ്രാക്ടീസ് ഉണ്ടാവും. ഷീ ഹാഡ് ടു ബി ഫാറ്റ്, അവൾ നല്ല തടിച്ചിട്ടാവണം, നല്ല വണ്ണം ഉണ്ടാകണം, ഒരു തടിച്ച് തന്നെ ആയിരിക്കണം ഭാര്യ. ഫോർ എ വാലിഡ് റീസൺ, കാരണം അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ കൊനസ്റ്റ കുരുത്തക്കേടുകളൊക്കെ ഒപ്പിച്ചാൽ ആൻഡ് നീഡഡ് ടു റൺ അവേ, എനിക്ക് ഓടി രക്ഷപ്പെടട്ടെ, അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര തടിച്ചയായിരിക്കണം. ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ, കാരണം അവൾ എൻ്റെ പിന്നാലെ ഓടിയാൽ ഒരിക്കലും എന്നെ പിടിക്കാൻ ഇടവരരുത്, അതുകൊണ്ട് തന്നെ അവളൊരു തടിച്ച് തന്നെ ആയിരിക്കണം. വിത്ത് സച്ച് എ തോട്ട് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ടേബിൾ. ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ മേശയുടെ മുമ്പിലുള്ള കസേരയിൽ എൻ്റെ ഇരിപ്പുറപ്പിച്ചു. ദെർ വാസ് നോ മോർ സൗണ്ട് ഫ്രം എബോവ്. ഇപ്പോൾ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. സഡൻലി ദെയർ കെയിം എ ഡൾ തഡ് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദി ഗ്രൗണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ എന്തോ ഒരു വലിയ റബ്ബർ ട്യൂബ് വീഴുന്നത് പോലെ വലിയൊരു ശബ്ദം കേട്ടു. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്, ഏതായാലും ഒന്നും തന്നെ പേടിക്കാനില്ല. അപ്പോൾ ഒന്നും തന്നെ പേടിക്കാനില്ല, വലിയൊരു ശബ്ദം തന്നെ കേട്ടു. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ എറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എന്താണ് ശബ്ദം എന്നറിയാൻ വേണ്ടി ഞാനൊന്നു തിരിഞ്ഞു നോക്കി. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദി ബാക്ക് ഓഫ് ദി ചെയർ. ഞാൻ തിരിയുന്നതും ഒപ്പം എൻ്റെ ചെയറിലേക്ക് എന്താണ് സംഭവിച്ചത്?